നീതി നടപ്പിലാക്കാൻ വന്ന പ്രവാചകൻ എന്നതിന്റെ മറ്റൊരു അനീതി അവസാനിപ്പിക്കാൻ വന്ന പ്രവാചകൻ. അപ്പോൾ നീതി നടപ്പിലാക്കുക എന്നതിന്റെ മറുവശമാണ് അനീതി അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ നീതിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്? അനീതി നിലനിൽക്കുന്നത് കൊണ്ടാണ്. നീതി മാത്രം പുലരുന്ന ലോകത്ത് നീതിക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നീതി ആസ്വദിക്കുകയാണല്ലോ മനുഷ്യൻ. പക്ഷെ ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും പിൽക്കാലത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ തലമുറകളിലും ഒരു വശത്ത് നീതിയുടെ ശക്തികളും മറുവശത്ത് അനീതിയുടെ ശക്തികളുമുണ്ട്. ജനങ്ങളെ മർദ്ദിച്ച് അടിച്ചൊതുക്കി അടിമകളാക്കി കഴിയുന്ന ഒരു മർദ്ദക വിഭാഗം. ഈ മർദ്ദക വിഭാഗത്തിന് അവർക്ക് അധികാരമുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് ആധിപത്യമുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് ആൾബലമുണ്ട്, സംഘബലമുണ്ട്, കുടുംബബലമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദുർബലരായ മറ്റു മനുഷ്യരെ അടിച്ചമർത്തുകയും അടിച്ചൊതുക്കുകയും അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും നീതി നിഷേധിക്കുകയും ചെയ്യുന്ന സാമൂഹികമായ അസന്തുലിതാവസ്ഥ, രാഷ്ട്രീയമായ അരാജകത്വം അവസാനിപ്പിക്കുക എന്നുള്ളത് പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മാത്രമാണ് മനുഷ്യർക്കിടയിൽ നീതി നടപ്പിലാകുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ചുറ്റുപാടുമുള്ള മുഴുവൻ ഗോത്രങ്ങളും അറബികളും അനർബികളും വിഗ്രഹപൂജകരും അഗ്നിയാരാധകരും പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും യഹൂദരും ക്രിസ്ത്യാനികളും അങ്ങനെ ഒരു പുതിയ താരോദയം, നീതിയുടെ ഒരു പുതിയ താരോദയം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായപ്പോൾ തങ്ങൾ നാളിതുവരെ ജനങ്ങളെ അടിച്ചമർത്തി അടിമകളാക്കി മർദ്ദിച്ചൊതുക്കി ആസ്വദിച്ചു കൊണ്ടിരുന്ന അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും കുത്തകകൾക്ക് കോട്ടം തട്ടുമെന്ന് വന്നപ്പോൾ ഈ സമസ്ത ദുശക്തികളും നബിയുടെ ദൗത്യത്തിനെതിരെ ഒന്നിച്ചത്. അവിടെയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻവാങ്ങിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ച് വളർത്തിയെടുത്ത സമൂഹം പിന്നോട്ട് പോയില്ല. അവർ പതറുകയോ തളരുകയോ ചെയ്തില്ല, പിൻവാങ്ങിയില്ല, വഴങ്ങിക്കൊടുത്തില്ല. അനീതികളെയും അക്രമങ്ങളെയും ചെറുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയും അങ്ങനെ നീതി പുലരുന്ന ഒരു പുതിയ വ്യവസ്ഥിതിക്ക് ലോകം അവിടെ അന്ന് സാക്ഷ്യം വഹിക്കുകയുണ്ട്. ഇവിടെയാണ് ഹദീദ്, അവിടെ ഇരുമ്പ് ഉപയോഗിക്കേണ്ടടുത്ത് ഇരുമ്പ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. തത്വോപദേശം ഫലപ്പെടുന്നിടത്ത് തത്വോപദേശം, വിട്ടുവീഴ്ച വേണ്ടിടത്ത് വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കേണ്ടടുത്ത് മാപ്പ് കൊടുക്കുന്നു, ആയുധമെടുക്കേണ്ടടുത്ത് ആയുധമെടുക്കുന്നു, പ്രതിക്രിയ ചെയ്യേണ്ടടുത്ത് പ്രതിക്രിയ ചെയ്യുന്നു, സ്വതന്ത്രരാക്കേണ്ടടുത്ത് സ്വതന്ത്രരാക്കുന്നു, പുറത്താക്കേണ്ടടുത്ത് ഇല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഗോത്രങ്ങളെ, കരാർ ലംഘിച്ച ഗോത്രങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. മക്കം ഫതഹിൽ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാകാരുണ്യത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ മഹത്തായ മാതൃക കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ തിരഞ്ഞുപിടിച്ച് വകവരുത്താനും അവിടെ ആജ്ഞാപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെയും ദയയുടെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങൾ, വ്യത്യസ്തമായ മാതൃകകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ മാതൃകയനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. മനുഷ്യന്റെ മുമ്പിലുള്ള മോചനത്തിൻ്റെയും രക്ഷയുടെയും വഴി എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് കിതാബിൻ്റെയും മീസാനിൻ്റെയും ഹദീദിൻ്റെയും ഈ മാർഗത്തിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകണം? പ്രവാചകന്മാർ കൊണ്ടുവന്ന ഈ പാരമ്പര്യം അവർ പിന്തുടരണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ മറ്റൊരു നടപടിക്രമം അള്ളാഹുവിനെ പൂർത്തിയാക്കാനുണ്ട്. പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമായിരുന്നെങ്കിൽ
അതേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മേലുള്ള മറ്റൊരു നടപടിക്രമമാണ് വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അള്ളാഹുവിന് തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു തിരിച്ചറിവ് ആവശ്യമാണ്. ആരാണ് അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ സഹായിക്കുന്നത്, അവൻ്റെ ദൂതനെ സഹായിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് സഹായിക്കുന്നത്? കിതാബ് മുറുകെ പിടിക്കുന്ന ആളുകൾ, ത്രാസ് മുറുകെ പിടിക്കുന്ന ആളുകൾ. ഈ ത്രാസും ഈ ഇരുമ്പും ശക്തിയും, ഇരുമ്പ് ശക്തിയുടെയും അധികാരത്തിൻ്റെയും ചിഹ്നമാണ്. ത്രാസ് കൊള്ളക്കൊടുക്കലിൻ്റെയും മനുഷ്യർക്കിടയിലുള്ള നീതിപൂർവകമായ ഇടപാടുകളുടെയും ഒരു പ്രതീകമാണ്. അപ്പോൾ ഈ പ്രതീകങ്ങളെ ആരാണ് അദൃശ്യമായ രീതിയിൽ ഇതാരാണ് ഈ പാലിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയണം. അത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തൻ്റെ സൃഷ്ടിയുടെ ആ ദൗത്യം പൂർത്തിയാക്കുന്നത്. എന്താണ് ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഒരു ദൗത്യം? അള്ളാഹുവിൻ്റെ ദൗത്യം ഈ ലോകത്ത് എങ്ങനെയാണോ ഈ സൃഷ്ടികൾ അതിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഈ ലോകത്ത് സമാധാനം നൽകുകയും പരലോകത്ത് പ്രതിഫലം നൽകുകയുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വഴിയിലൂടെ ചരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റസൂലിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുസ്ലിങ്ങളായ നമുക്ക്, വിശ്വാസികളുടെ സമൂഹത്തിന് നമുക്ക് പ്രത്യേകമായി ഓർത്തുവെക്കേണ്ട ഒരു വശം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത്, മരണക്കിടക്കയിൽ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു പുരാവർത്തമാണത്. മരണക്കിടക്കയിൽ വെച്ച് പോലും അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലപിച്ചിട്ടുള്ളത് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിട്ടാണ്, സ്വന്തം അനുയായികളെ സംബന്ധിച്ചിട്ടാണ്, മുഅ്മിനീങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ചിട്ടാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് റസൂലിനെ പരിചയപ്പെടുത്തുകയാണ്, നമ്മുടെ നബിയെ, നമ്മുടെ റസൂലിനെ നമുക്ക് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മോചനത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വഴികാട്ടിയായി അല്ലാഹു പറഞ്ഞയച്ച നമ്മുടെ നായകനെ നമുക്ക് നമ്മുടെ രക്ഷിതാവ് പരിചയപ്പെടുത്തുകയാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു റസൂലിനെ അയച്ചിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ, മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ, നിങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ താല്പര്യമുള്ള ഉത്കണ്ഠയുള്ള റസൂൽ, സത്യവിശ്വാസികളോട് ഏറ്റവും അധികം ദയയും കാരുണ്യവും കാണിക്കുന്ന റസൂൽ. ഇതാണ് നമ്മുടെ റസൂൽ. റസൂലിൻ്റെ സ്നേഹം എത്ര അളവറ്റതാണ്. ലോകത്ത് ഒരു മനുഷ്യനും മറ്റ് തൻ്റെ സഹജീവികളുടെ മേൽ ഈ ഒരു സ്നേഹം ഈ അളവിൽ ചൊരിഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ സ്നേഹിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ സംബന്ധിച്ച് ചിന്തിച്ചതുപോലെ, സഹാബിമാരെ സംബന്ധിച്ച് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ വരും തലമുറകളിൽപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വേവലാതിപ്പെട്ടതുപോലെ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും തൻ്റെ സഹജീവികളെ കുറിച്ച് വേവലാതിപ്പെട്ടിട്ടില്ല. സ്വന്തം കുടുംബത്തെ സംബന്ധിച്ച് റസൂൽ വേവലാതിപ്പെട്ടിട്ടില്ല. സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് റസൂൽ ഈ വേവലാതി കാണിച്ചിട്ടില്ല. സ്വന്തം മക്കളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേവലാതി കാണിച്ചിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ ഒരു നേതാവും അനുയായി സമൂഹവും തമ്മിൽ ഇത്ര ഊഷ്മളമായ ഒരു ബന്ധം ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിന് കാണാൻ സാധിക്കുകയില്ല. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതവും ഈ രീതിയിൽ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പകർത്തിയ ഒരു അനുയായി വൃന്ദത്തെ കാണാൻ സാധിക്കുകയില്ല. റസൂൽ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് നോക്കി അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. റസൂൽ ഇടുന്ന വസ്ത്രത്തെ സംബന്ധിച്ച്, റസൂൽ നടക്കുന്നതിനെ സംബന്ധിച്ച്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചെറിയ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ വരെ അനുകരിക്കാൻ ശ്രമിച്ച ഒരു അനുയായി വൃന്ദം. എന്തുകൊണ്ടാണ്? അത് ഒരു ഏകപക്ഷീയമായിരുന്നില്ല. ഇതായിരുന്നു ഇത്രത്തോളം സ്വന്തം മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുകയും താല്പര്യപ്പെടുത്തുകയും ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ സഹിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാതിരുന്ന ഒരു പ്രവാചകൻ. എല്ലാം സഹിച്ച പ്രവാചകനില്ലേ, എന്തെല്ലാം സഹിച്ച പ്രവാചകൻ. പക്ഷേ ആ പ്രവാചകന് സ്വന്തം മുഴുവൻ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും തൻ്റെ സഹജീവികളായ സ്വഹാബിമാർ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രവാചകൻ കരഞ്ഞുപോയ സന്ദർഭങ്ങളുണ്ട്. സ്വന്തം ശരീരത്തിൽ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ കരയാത്ത പ്രവാചകൻ സ്വഹാബി വര്യന്മാരുടെ, അനുചരന്മാരുടെ കഥകൾ കേട്ട് കണ്ണീർ പൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രത്തോളം താല്പര്യമെടുത്തൊരു പ്രവാചകൻ സ്വന്തം 63 വർഷക്കാലത്തെ ജീവിതത്തിന് ശേഷം അനാഥനായി ജനിച്ച്, ആട്ടിടനായി വളർന്ന്, കച്ചവടക്കാരനായി ജീവിതം തള്ളി നീക്കി, അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചു പോന്ന പ്രവാചകൻ, അനുയായികൾക്കൊപ്പം യുദ്ധക്കളത്തിൽ അടരാടി മുന്നിൽ നിന്ന് പോരാടിയ ധീരനായ സേനാനായകനായ പ്രവാചകൻ, പട്ടിണി കൊണ്ട് വശന്ന് വലഞ്ഞ് പട്ടിണിയെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട, പട്ടിണി മാറ്റാൻ ഒരു കല്ല് വെച്ച് കെട്ടി ഖന്തക്ക് യുദ്ധത്തിൽ പാറ പൊട്ടിച്ച സഹാബി വര്യന്മാരുടെ മുന്നിൽ സ്വന്തം ഉത്തരീയം പൊക്കിക്കാട്ടി 2 കല്ല് വെച്ച് കെട്ടിയത് കാട്ടിക്കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ